ജനാധിപത്യത്തിൻ്റെ പേരിൽ എന്തൊക്കെ നമ്മൾ കാണണം. വാസ്തവം പറഞ്ഞാൽ വലിയ കഷ്ടമാണ്. ലോക്സഭയിൽ ആ പ്രസിഡൻറ്റിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ നന്ദിപ്രമേയ ചർച്ച, ആ ചർച്ചയിൽ അവസാനം സംസാരിക്കേണ്ട ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹം അത് സംസാരിക്കേണ്ട എന്ന് വച്ചു. ഇതിന് കാരണം കോൺഗ്രസ്സുകാർ പറഞ്ഞു രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചില്ല, അതുകൊണ്ട് പ്രധാനമന്ത്രിയും സംസാരിക്കേണ്ട. വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിച്ചതാണ്. നമ്മളെല്ലാവരും ലൈവ് കണ്ടതാണ്. 40 മിനിറ്റ് രാഹുൽ ഗാന്ധി സംസാരിച്ചു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കാരവാൻ മാഗസിനിലെ ഒരു ലേഖനം അത് വായിക്കാൻ തുടങ്ങി. അപ്പോൾ സ്പീക്കർ പറഞ്ഞു, ഇങ്ങനെ പുറത്തുനിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ ലോക്സഭയിൽ കൊണ്ടുവന്ന് വായിച്ചുകൂടാ എന്നാണ് ചട്ടം. അത് വായിക്കണമെങ്കിൽ നേരത്തെ നിങ്ങൾ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് സ്പീക്കറുടെ ഓഫീസിൽ അതിൻ്റെ ഒരു കോപ്പി എത്തിക്കുക. സ്പീക്കറുടെ അനുമതിയോടെ നിങ്ങൾക്കത് വായിക്കാം. രാഹുൽ ഗാന്ധിക്ക് അത് സമ്മതമല്ല. എന്നോട് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറയുന്നു. ഓതൻറ്റിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. ഐ ഹിയർ ബൈ ഓതൻറ്റിക്കേറ്റ് ദിസ് ഡോക്യുമെൻറ്റ് എന്നെഴുതിയിട്ട് ഒപ്പിട്ട് ഒരു കോപ്പി സ്പീക്കറുടെ ഓഫീസിലെത്തിക്കുക. അതാണ് ഓതൻറ്റിക്കേഷൻ. അതായത് ഞാൻ വായിച്ച് മനസ്സിലാക്കി സാമാന്യം കഴമ്പുണ്ട് എന്ന് എനിക്ക് ബോധ്യമായ കടലാസാണിത്. ഇതൊക്കെയാണ് ഒതൻറ്റിക്കേഷൻ്റെ അർത്ഥം. അല്ലാതെ വലിയ തലപോകുന്ന കാര്യമൊന്നുമല്ല. ബട്ട് നിങ്ങൾ പുറത്തുനിന്നൊരു ഡോക്യുമെൻ്റ് അകത്തു കൊണ്ടുവന്ന് വായിക്കണമെങ്കിൽ ഈ ചട്ടം പാലിക്കണം. രാഹുൽ ഗാന്ധിയുടെ വിചാരം എനിക്കൊരു ചട്ടവും ബാധകമല്ല, ഞാൻ ലീഡർ ഓഫ് ഓപ്പോസിഷനാണ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിക്കും മേലെയാണ്. ആ പ്രിവിലേജസ് എല്ലാം എനിക്കുണ്ട്. ഞാൻ ഓതൻറ്റിക്കേറ്റ് ചെയ്യില്ല. ഓതൻറ്റിക്കേറ്റ് ചെയ്യാതെ വായിക്കാൻ പറ്റില്ലെന്ന് സ്പീക്കർ ബഹളമായി. ഒടുവിൽ രാഹുൽ ഗാന്ധി ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ സമ്മതിച്ചു. ഓതൻറ്റിക്കേറ്റ് ചെയ്ത് സമ്മതിച്ച് ഇത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് കാരവനിലെ ലേഖനമല്ല. കാരവനിൽ അച്ചടിച്ചു വന്നു. ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കത്തിൽ പഴയ ആർമി ചീഫ് MM നരവണയുടെ ഒരു ആത്മകഥയുടെ കഷ്ണമാണ് ആ ലേഖനത്തിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ MM നരവണയുടെ പുസ്തകം പുറത്തിറങ്ങിയിട്ടില്ല കേട്ടോ. ആ പുസ്തകത്തിലെ ആണ് എന്ന് പറഞ്ഞിട്ട് കാരവൻ മാഗസിനിൽ അടിച്ചു വന്നത്. കാരവൻ ഇതെവിടെ നിന്നെടുത്തു? PTI ഇതേ ഭാഗം പ്രസിദ്ധീകരിച്ചിരുന്നു. ഹിന്ദു പത്രം ഇതേ ഭാഗം പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതും അല്പം കൂടുതലും ഹിന്ദു പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ MM നരവണയുടെ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാരവൻ മാഗസിൻ പ്രസിദ്ധീകരിക്കുന്നു. അതെടുത്തിട്ട് രാഹുൽ ഗാന്ധി മൂക്കെ തൊടാൻ മൂന്ന് വലത്ത് എന്ന് പറയുന്ന പോലെ നാരായണൻ മാധവനോട് പറഞ്ഞു, മാധവൻ കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണൻ രാമൻകുട്ടിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ കാര്യം. ഇത് അപ്പോൾ രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇത് ഡിഫൻസിനെ സംബന്ധിച്ചതാണ്. MM നരവണെ നമ്മളുടെ ആർമി ചീഫായിരുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല. സാധാരണ ഇത്തരം ഓഫീസർമാരെഴുതുന്ന പുസ്തകങ്ങൾക്ക് ആത്മകഥയാണെങ്കിലും അല്ലെങ്കിൽ അത് ഡിഫൻസ് മിനിസ്ട്രിയുടെ അംഗീകാരത്തോടെ മാത്രമേ പബ്ലിഷ് ചെയ്യാവുള്ളൂ. നരവണനോട് ചോദിച്ചപ്പോൾ നരവണൻ പറഞ്ഞു, ഞാനൊരു പുസ്തകം എഴുതി പെൻഗ്വിൻ ബുക്സുകാരെ ഏൽപ്പിച്ചു. അവരാണ് അതിന് അപ്രൂവൽ മേടിക്കുക, എന്താണെന്ന് വെച്ചാൽ എഴുത്തുകുത്ത് നടത്തുകയൊക്കെ ചെയ്യേണ്ടത് അവരാണ്. ഞാൻ എഴുതി എൻ്റെ ജോലി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് പുറത്ത് വരുന്നെങ്കിൽ വരട്ടെ, വന്നില്ലെങ്കിൽ പുല്ല് പോട്ടെ. ഇതാണ് ജനറൽ നരവണയുടെ മറുപടി. അപ്പോൾ പന്ത് ഇവരുടെ കോർട്ടിലാണ്, പെൻഗ്വിൻ ബുക്സിൻ്റെ കോർട്ടിലാണ്. പെൻഗ്വിൻ ബുക്സ് ആഭ്യന്തര വകുപ്പിന് പ്രതിരോധ വകുപ്പിന് ഈ പുസ്തകം കൊടുത്തിട്ട് 1 വർഷമായി പോലും. ശരി, 1 വർഷമായി, എന്തുവാകട്ടെ അപ്രൂവൽ കിട്ടിയില്ല. അങ്ങനെ അപ്രൂവൽ കിട്ടാത്ത രാജ്യരക്ഷയെ സംബന്ധിച്ച കാര്യങ്ങളുള്ള പുസ്തകം മറ്റൊരു സ്ഥലത്ത് വന്നത്, അത് കാരവൻ മാഗസിൻ എടുത്ത് ലിഫ്റ്റ് ചെയ്തിട്ടത് അത് കൊണ്ടുവന്ന് ലോക്സഭയിൽ വായിക്കാൻ പറ്റില്ല
എന്ന് രാജ്നാഥ് സിംഗ്. അത് വായിച്ചേ അടങ്ങൂ എന്ന് രാഹുൽ ഗാന്ധി. അപ്പോൾ അത് വഴക്കായി ബഹളമായി. അമിത്ഷാ ഇടപെട്ടു. ആകെ കൂടെ കച്ചറയായി. ലോക്സഭ നിർത്തിവെച്ചു. ഇതിനകത്ത് എന്താ സംഭവം? ഞാൻ പറയട്ടെ. ഇപ്പോൾ നരവണയുടെ പുസ്തകത്തിൻ്റെ PDF നാട് മുഴുവൻ പരന്നിട്ടുണ്ട്. എന്തുമായിക്കോട്ടെ, അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്ലാസിഫൈഡ് ഇൻഫർമേഷനാണ്. അതുകൊണ്ട് ലോ അബൈഡിങ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ അത് വായിച്ചിട്ടില്ല, വായിക്കാനും പാടില്ല. അത് കൈവശം വയ്ക്കുന്നത് തന്നെ കുറ്റകരമാണ്. ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് ഒഫീഷ്യൽ സീക്രട്ട് എന്ന് സർക്കാർ വിചാരിക്കുന്ന ഒരു കടലാസ് നിങ്ങൾ കൈവശം വയ്ക്കുന്നു. നിങ്ങളത് ഉപയോഗിക്കണമെന്നില്ല, നിങ്ങളത് പരസ്യപ്പെടുത്തണമെന്നില്ല, ഒന്നും വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിലുണ്ടാവുക, ദ മിയർ പൊസഷൻ ഈസ് ആൻ ഒഫൻസ്. അതുകൊണ്ട് ഞാനിത് പൊസസ് ചെയ്യാൻ വിസമ്മതിച്ചു. എനിക്ക് തരാമെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട. അങ്ങനെ ഞാനത് വാങ്ങിയില്ല. കാരണം നിയമമാണ്, അത് കർശനമായിട്ട് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്തുമായിക്കോട്ടെ, രാഹുൽ ഗാന്ധി ബഹളം വെച്ച് അകത്തും പുറത്തും പിന്നെ TV ചർച്ചയിലും ഒക്കെ ആയിട്ട് വന്ന സംഭവം ഇത്രയേ ഉള്ളൂ. 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 മണിക്ക് ബ്രിഗേഡിയർ ജോഷി, അദ്ദേഹം ഈ കിഴക്കൻ ലഡാക്കിൻ്റെ ചാർജാണ്, അതിർത്തിയിൽ, ചൈനീസ് അതിർത്തിയിൽ. ആ പ്രത്യേക സ്ഥലത്തിന് പേരൊക്കെയുണ്ട്. അത് അപ്രസക്തമായതുകൊണ്ട് ഞാനത് അത്രയും ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കിഴക്കൻ ലഡാക്കിൽ ഒരു 4 ചൈനീസ് ടാങ്കുകൾ കയറി വരുന്നത് കണ്ടു. കൂടെ കുറച്ച് പട്ടാളക്കാരുമുണ്ട്. രാത്രി 8:15 മണി. ജോഷി ഇത് ഇദ്ദേഹത്തെ MM നരവണയെ അറിയിച്ചു. സാർ, ഇങ്ങനെ ഒരു ആൾ കയറി വരുന്നു, 4 ടാങ്കുണ്ട്, കുറച്ച് പട്ടാളക്കാരുമുണ്ട്. നരവണെ പറഞ്ഞു, നിൽക്ക്, ഞാനൊന്ന് മോളിൽ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. നരവണെ അജിത് ഡോവലിനെ അറിയിച്ചു, രാജ്നാഥ് സിംഗിനെ അറിയിച്ചു, S ജയശങ്കറിനെ അറിയിച്ചു. രാജ്നാഥ് സിംഗ് പറഞ്ഞു ഞാൻ തിരിച്ച് വിളിക്കാം എന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. അപ്പോഴത്തേക്ക് ജോഷിയുടെ ഫോൺ വീണ്ടും വന്നു. സാർ, ഞാൻ ആ പാകിസ്ഥാനി കമാൻഡൻറ്റുമായിട്ട് സംസാരിച്ചു. അയാൾ പറഞ്ഞു ഞങ്ങളുടെ ഈ വരവിന് വേറെ അർത്ഥമൊന്നും കൊടുക്കരുത്, ഞങ്ങളൊരു എക്സർസൈസ് കഴിഞ്ഞ് വരികയാണ്. അഫ്ഗാനിസ്ഥാനിൽ വലിയ കുഴപ്പം നടക്കുന്നു, അവിടെ ചൈനയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഒരാവശ്യത്തിന് അഫ്ഗാനിസ്ഥാനിലേക്ക് കടക്കാൻ പറ്റുമോ എന്നറിയാൻ ഞങ്ങൾ വലിയൊരു സൈനിക നീക്കം നടത്തിയിരുന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്ന വഴിക്ക് ഞാനൊന്ന് കയറിയെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, 4 ടാങ്കും 10 പട്ടാളക്കാരെയും വെച്ചൊന്നും ഇന്ത്യയോട് യുദ്ധം ചെയ്യാനും മാത്രം മണ്ടന്മാരല്ല ചൈനക്കാർ. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്നാഹത്തോടെയൊക്കെ ചെയ്യുന്നതല്ലേ, അല്ലാതെ 4 ടാങ്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാണ്? മാത്രമല്ല, ഇവർ താഴെയും നമ്മളുടെ പട്ടാളം മുകളിലുമായിട്ടാണ് നില. അതുകൊണ്ട് മുകളിൽ നിന്ന് നമ്മൾ ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ ചെതറി ഓടേണ്ടി വരും. ഇതാണ് അവരുടെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് അവരെടുക്കുകയില്ല. ഇദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ 9:30 മണിക്ക് നമുക്കൊരു ഫ്ലാഗ് മീറ്റിംഗ് എന്ന് പറയും. ഇതുപോലെ ചില്ലറ തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫ്ലാഗ് മീറ്റിംഗ്, അതാത് സ്ഥലത്തെ കമാൻഡർമാർ തമ്മിൽ സംസാരിച്ചിട്ട് അതങ്ങ് ഒതുക്കി തീർക്കും. നിങ്ങൾ പുറകോട്ട് മാറ്, ഞാനും ഇങ്ങോട്ട് മാറാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് അങ്ങ് തീർക്കും. ഇതാണ് ഫ്ലാഗ് മീറ്റിംഗ്. 9:30 മണിക്ക് രാവിലെ കാണാം എന്ന് പറഞ്ഞ് വെച്ചു. ഉടനെ ജോഷി നരവണയെ വിളിച്ചു. സാർ, അത് പ്രശ്നമൊന്നുമില്ല, അയാൾ പറയുന്നത് നാളെ രാവിലെ 9:30 മണിക്ക് കാണാം, അവരിനി കൂടുതൽ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറയുന്നു. ഓ, അപ്പോൾ പ്രശ്നം തീർന്നല്ല. മണി 10 ആയി. 10 മണി ആയെങ്കിലും നരവണെ തൻ്റെ കൂട്ടത്തിലുള്ള മറ്റ് ജനറൽമാരെ എല്ലാം ഇവരെ അറിയിച്ചു. എവിടുന്ന്? ലഡാക്കിൽ നിന്ന് അരുണാചൽ പ്രദേശ് വരെ സകലവരെയും അലർട്ട് ചെയ്തു. ചെറുതാണ് സംഭവമെങ്കിലും നമ്മൾ അലർട്ട് ചെയ്യണമല്ലോ. ഇദ്ദേഹം അത് ചെയ്തു. മാപ്പൊക്കെ എടുത്തു നോക്കി എവിടെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർക്ക് സ്ട്രെങ്ത് കൂടുതലുള്ളത്, കുറവുള്ളത്. നമ്മൾ കുറേ പാകിസ്ഥാൻ പടിഞ്ഞാറൻ അതിർത്തിയിൽ കുറേയധികം വരുന്ന ഇപ്പോൾ ഉണ്ട്. എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ജോഷിയുടെ ഫോൺ വരുന്നു. സാർ, നാളെ രാവിലെ കാണാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ടാങ്കുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചു. നരവണെ വീണ്ടും ഇദ്ദേഹത്തെ രാജ്നാഥ് സിംഗിനെ വിളിച്ചു.
രാജ്നാഥ് സിംഗ് പറഞ്ഞു ഞാൻ പ്രധാനമന്ത്രിയോട് ചോദിച്ചിട്ട് ഇപ്പോൾ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. പ്രധാനമന്ത്രിയോട് ചോദിച്ചു, തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പ്രധാനമന്ത്രി പറയുന്നു നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യേ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നരവണയ്ക്ക് ഫുൾ ക്ലിയറൻസായി. ഇനി എന്താണെന്ന് വെച്ചാൽ നരവണെ അങ്ങ് തീരുമാനിച്ചാൽ നരവണയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാർ. പക്ഷെ നരവണെ ആ ബുക്കിൽ എഴുതി പോലും പറഞ്ഞു കേൾക്കുന്നതാണ് ഞാൻ ഒറ്റയ്ക്കായി പോയി എന്ന് എനിക്ക് തോന്നി. ശരിയാണ്, ഒറ്റയ്ക്കാവും. ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് പറഞ്ഞ ഏർപ്പാടുണ്ട്, അറിയാമല്ലോ. ടോപ്പിലിരിക്കുന്ന ആൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. മോദിയും ഒറ്റയ്ക്കാണ്. ഇപ്പോൾ അമേരിക്കയുമായിട്ട് താരിഫ് അതിൽ ഒപ്പുവയ്ക്കണം. അതിൻ്റെ കണ്ടീഷൻസ് ഇന്നതൊക്കെയാണ്. കുറച്ച് വിട്ടുകൊടുക്കേണ്ടി വരും, കുറച്ച് നമ്മൾ ടഫായിട്ട് നിൽക്കുന്നു, ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. ഇപ്പോൾ എന്താ ചേട്ടാ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് പീയൂഷ് ഗോയലും മറ്റ് മന്ത്രിമാരും കൂടെ മോദിയോട് ചോദിക്കും. മോദി അത് ഡിസ്കസ് ചെയ്തു, ഇത് ഡിസ്കസ് ചെയ്തു, നേരം രാത്രിയായി, ഓരോരുത്തരായിട്ട് എണീറ്റ് പോകും. അവസാനം അമിത്ഷായും മോദിയും മാത്രമാകും. അമിത്ഷാ പറയും എനിക്ക് രാവിലെ മുതൽ വയറിന് നല്ല സുഖമില്ല, ഞാൻ പോയി ഒന്ന് കിടക്കട്ടെ, ചേട്ടൻ അതെന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അമിത്ഷായും എണീറ്റ് പോകും. മോദി എന്ത് ചെയ്യും? ഒറ്റയ്ക്കാവും. ലോൺലി അറ്റ് ദ ടോപ്പ്. ഇതാണ് ഇംഗ്ലീഷിൽ ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് പറയുന്നത്. ടോപ്പിലുള്ള ആൾ എപ്പോഴും ലോൺലി ആയിരിക്കും, ഒറ്റയ്ക്കായിരിക്കും. ആ മനുഷ്യനാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം തീരുമാനിക്കുന്ന പോസ്റ്റിൽ ആ സമയത്ത് ഇരിക്കുന്നത്. ആരോട് ചോദിച്ചാൽ അഭിപ്രായമൊക്കെ പറയും, ഫൈനലി പറയും അവസാന തീരുമാനം ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചാൽ മതി. അപ്പോൾ ഈ തീരുമാനം ഇദ്ദേഹം എടുത്തേ പറ്റുള്ളൂ. നരവണയ്ക്കും ഈ സ്ഥിതിയാണ്. അദ്ദേഹമാണ് ആർമി ചീഫ്. ആർമി ചീഫാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരുമല്ല. യുക്തമായത് തീരുമാനിച്ചോളൂ എന്ന് പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട്, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ അനുജ്ഞ, അതുകൊണ്ട്. അപ്പോൾ ഐ ഫെൽറ്റ് ലോൺലി എന്ന് അദ്ദേഹം എഴുതിയത് ആത്മാർത്ഥമായിട്ടായിരിക്കും. ലോൺലി അറ്റ് ദ ടോപ്പ് എന്നുള്ള അർത്ഥത്തിൽ എഴുതിയതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനി അങ്ങനെ അല്ല, എന്നെ ഒരു വീഴ്ചയായിട്ട് തോന്നി എന്ന് പറയുകയാണെങ്കിൽ അതൊരു പട്ടാളക്കാരൻ്റെ പറച്ചിലുമല്ല. എന്തുമാകട്ടെ, കാര്യം നമ്മൾ നേടി. കാര്യം ഇത് ആലോചിച്ച് പിടിച്ചൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ജോഷി തിരിച്ചടിക്കും എന്ന് ചൈനയോട് പറഞ്ഞു. അല്ല വേണ്ട, തിരിച്ചടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. ബാക്കി ചരിത്രം വേറെ ഒരുപാടുണ്ട് മുന്നോട്ട്. ഈ സാധനം ലോക്സഭയിൽ വായിച്ചത് കൊണ്ടോ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം മോദി ഫ്രീ ഹാൻഡ് കൊടുത്തതാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് അങ്ങനെയല്ല, 2 മണിക്കൂർ വെച്ച് താമസിപ്പിച്ചു തീരുമാനം. 2 മണിക്കൂർ ആര് വെച്ച് താമസിപ്പിച്ചു? പട്ടാളക്കാർ അവരുടെ തീരുമാനമനുസരിച്ച് അവരെ ആദ്യം അറിയിക്കുന്നു, പിന്നെ പറയുന്നു ചൈന ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പിന്നെ വീണ്ടും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ് 10:15 മണിക്കാണ് പ്രശ്നം മോദിയുടെ അടുത്തെത്തുന്നത്. മോദി അപ്പം തന്നെ യുക്തം പോലെ പെരുമാറാൻ പറഞ്ഞു, കഴിഞ്ഞു. ഇതിൽ ഡിലേ എവിടെയാണ്? സ്വാഭാവികമായ ഡിലേ ആണ്. എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്. കാരണം ഒരു യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്, അവസാനിപ്പിക്കാനല്ലേ പ്രയാസം. നമ്മളും ചൈനയും തമ്മിൽ ഒരു കരാറുണ്ട്, ആരും വെടിപൊട്ടിക്കുകയില്ല. ടാങ്കും ഉണ്ട്, തോക്കും ഉണ്ട്, കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ കൈകൊണ്ടുള്ള യുദ്ധമേ പാടുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ മറ്റേ 10 കൈ കിട്ടിയ കല്ല് കട്ടയൊക്കെ എടുത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും നടക്കുന്നത്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, വ്യക്തമായ ഒരു അതിർത്തി ഇല്ല ഇന്ത്യയും ചൈനയും തമ്മിൽ. 1962 അവർ കുറേ കയറി ഇങ്ങ് വന്നു. അതിനെപ്പറ്റി രാഹുൽ ഗാന്ധി മിണ്ടുകയല്ല കേട്ടോ. 38,000 സ്ക്വയർ കിലോമീറ്ററാണ് അന്ന് അവർ പിടിച്ചു മാറ്റിയത്, എടുത്തുകൊണ്ട് പോയത്. അവരുടെ കയ്യിലാണിത്. എന്നിട്ട് അവർ കുറേ സ്ഥലത്ത് അങ്ങ് നിൽക്കുന്നു, നമ്മളും കുറേ സ്ഥലത്ത് നിൽക്കുന്നു. ഇതിൻ്റെ നടുക്ക് എവിടെയോ കുറേ നോമാൻസ് ലാൻഡ് പോലെയുണ്ട്. ചിലപ്പോൾ നമ്മളങ്ങോട്ട് കയറി ചെല്ലും, ചിലപ്പോൾ അവരിങ്ങോട്ട് കയറി വരും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ ഗ്രേ സോൺ വാർ എന്ന് പറയും ഇതിന്. ഗ്രേ ഏരിയയാണ്, ആരുടെയാണെന്ന് ഉറപ്പില്ല. നമ്മുടെയാണെന്ന് നമുക്കും അവകാശപ്പെടാം, അവരുടെയാണെന്ന് അവർക്കും അവകാശപ്പെടാം, 2 കൂട്ടർക്കും അവകാശപ്പെടാം. 2 കൂട്ടരും പെട്രോളിംഗ് നടത്തും. ഇങ്ങനെയാണ് ഇന്ത്യ ചൈന അതിർത്തി വർഷങ്ങളായിട്ട് കിടക്കുന്നത്. ഇതൊന്നും അറിയാതെയാണ് രാഹുൽ ഗാന്ധി 2020 നടന്ന ഒരു കോൺവെർസേഷൻ എടുത്തിട്ട് ഇപ്പം എന്തോ ആകാശിടിഞ്ഞ് വീണു എന്നുള്ള മട്ടിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് അവതരിപ്പിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് രാജ്നാഥ് സിംഗിനും അറിയാം,
അമിത്ഷായ്ക്കും അറിയാം, മോദിക്കും അറിയാം, സ്പീക്കർക്കും അറിയാം. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഈ വാശിയുണ്ടല്ലോ, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം പാർലമെൻ്ററി ചട്ടങ്ങൾക്ക് നിരക്കാത്തതാണ്, അതുകൊണ്ട് അത് ചെയ്യരുതെന്ന് തുടക്കത്തിലെ സ്പീക്കർ പറഞ്ഞു. ഈ പ്രശ്നത്തിന് പ്രസിഡൻറ്റിൻ്റെ നയപ്രഖ്യാപനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. രാഹുൽ ഗാന്ധിക്ക് ഇത് വേണമെങ്കിൽ വേറൊരു സബ്മിഷനായിട്ട് ഉന്നയിക്കാം, അടിയന്തര പ്രമേയമായിട്ട് ഉന്നയിക്കാം, ചോദ്യമായിട്ട് ചോദിക്കാം. പാർലമെൻറ്റിൽ പലവിധ മാർഗങ്ങളുണ്ട് ഒരു പ്രശ്നം ഉന്നയിക്കാൻ. പക്ഷേ രാഷ്ട്രപതിക്കുള്ള മറുപടി പ്രസംഗത്തിൽ തന്നെ ഈ കാര്യം ഉന്നയിക്കണം എന്നുള്ള വാശി എന്താ രാഹുൽ ഗാന്ധിക്ക്? രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് പിടിവാശികൾ കാണിച്ചിട്ടുണ്ട്. ലോക്സഭയിൽ ഫോട്ടോ കാണിക്കരുതെന്ന് 3-4 തവണ സ്പീക്കറുടെ റൂളിംഗ് ഉണ്ട്. സ്പീക്കറുടെ റൂളിംഗ് മാത്രമല്ല, ഇതൊക്കെ സർവകക്ഷി സമ്മേളനത്തിൽ സമ്മതിക്കുന്നതാണ്. ഈ പോസ്റ്റർ, പ്ലക്കാർഡ്, ബാനറൊന്നും ആരും കൊണ്ടുവരരുത്, ഫോട്ടോ പൊക്കി കാണിക്കുക, പഴയ ഫോട്ടോ കാണിക്കുക, ഇതൊന്നും വേണ്ട, പത്രം പൊക്കി കാണിക്കുക, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്കൊക്കെ അറിയാമല്ലോ എന്താ സംഗതിയെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എഗ്രി ചെയ്ത് സ്പീക്കർ റൂളിംഗ് കൊടുത്ത് പിറ്റേ ദിവസം രാഹുൽ ഗാന്ധി വന്നിത് ബ്രേക്ക് ചെയ്യും. റൂള് ബ്രേക്ക് ചെയ്യുക ആ മനുഷ്യൻ്റെ ഒരു ഹരമാണ്. ഇത്തവണ അത് പറ്റില്ല എന്ന് ഇവരും തീരുമാനിച്ചു, ട്രഷറി ബെഞ്ചും തീരുമാനിച്ചു. അങ്ങനെയാണ് ഡെഡ് ലോക്കായിട്ട് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ പറ്റാഞ്ഞത്. അപ്പോഴും 40 മിനിറ്റ് ആ മനുഷ്യൻ സംസാരിച്ചിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നു. പ്രധാനമന്ത്രി ലോക്സഭയിലേക്ക് വരുന്നില്ല മറുപടി പ്രസംഗത്തിനായിട്ട്. അത് വരണ്ട എന്ന് ഞാനാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. ഞാൻ പറയാൻ കാര്യം, എനിക്ക് വിശ്വസ്തമായ ഒരറിയിപ്പ് കിട്ടി. അതെന്താണെന്ന് വെച്ചാൽ, പ്രധാനമന്ത്രി ലോക്സഭയിൽ വന്നു കഴിഞ്ഞാൽ അനാശാസ്യമായ, നടന്നുകൂടാൻ പാടില്ലാത്ത പല സംഭവങ്ങളും നടക്കും എന്നെനിക്ക് വിവരം കിട്ടി. അത് സത്യസന്ധമായ വിവരമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ പ്രധാനമന്ത്രിയോട് ലോക്സഭയിൽ വരണ്ട എന്ന് പറഞ്ഞു. എന്തൊരു കഷ്ടമാണെന്നാൽ, സഭാനാഥൻ എന്നാണ് പ്രധാനമന്ത്രിയെ വിളിക്കാറുള്ളത്. സ്പീക്കർ സ്പീക്കറാണ്, ബട്ട് സഭാ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയാണ്. സഭാ നേതാവിനോട് സഭാ അധ്യക്ഷൻ വരരുത് എന്ന് ആവശ്യപ്പെടുന്ന ഒരവസ്ഥ. ഇതിൻ്റെ തന്ത്രം എന്തായിരുന്നു? അത് പിന്നീട് പുറത്തു വന്നു. പ്രധാനമന്ത്രിയെ പ്രതിപക്ഷത്തിലുള്ള സ്ത്രീകൾ പൊതിയുക, ആക്രമിക്കുക, ഇതായിരുന്നു പ്ലാൻ. അതിൻ്റെ ഒരു ചെറിയ റിഹേഴ്സലും അവർ നടത്തി. ഒരു 6-8 പേര് ഒരു ബാനറൊക്കെ പിടിച്ച് പ്രധാനമന്ത്രി ഇരിക്കുന്നിടത്തേക്കൊക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെ പോയി. അപ്പോൾ സംഭവം ഒന്നുകൂടെ വ്യക്തമായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രധാനമന്ത്രി നടന്നു വരുന്നു, കസേരയിൽ ഇരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഇരിക്കുന്നതിന് മുമ്പ് ആ കോറിഡോറിൽ ഇടനാഴിയിൽ ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ച് ഒരു 5-6 സ്ത്രീകൾ അദ്ദേഹത്തെ തടയുന്നു. ഈ സ്ത്രീകളുടെ കയ്യിൽ അവരുടെ പ്ലാൻ ഇങ്ങനെയായിരുന്നു. വലിയ ബാനറുണ്ടാവും, വി വാണ്ട് ജസ്റ്റിസ് എന്നോ ഗോ ബാക്ക് മോദി എന്നോ സംതിങ് എഴുതിയ. ഈ ബാനറിന് ഒരു ബെഡ്ഷീറ്റിൻ്റെ വലിപ്പം ഉണ്ടാവും. അങ്ങനത്തെ 1-2 ബെഡ്ഷീറ്റ് ഇവർ വലിച്ചു പിടിക്കും. ബെഡ്ഷീറ്റിനപ്പുറം എന്ത് നടക്കുന്നു എന്ന് CCTV ക്യാമറയിൽ പോലും പതിയില്ല. മിന്നൽ പോലെ ഉന്തും തള്ളുമൊക്കെ കഴിയും. സ്ത്രീകളുടെ ബ്ലൗസ് കീറും, സാരി അഴിയുകയോ ഒക്കെ ചെയ്യും. നരേന്ദ്രമോദി സ്ത്രീകളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ലോകം മുഴുവൻ ഈ ബ്ലൗസൊക്കെ കീറിക്കഴിയുമ്പോഴത്തേക്ക് ഈ പുതപ്പ് താഴെയിടും. അതുവരെ പുതപ്പ് മറച്ചു വയ്ക്കുകയാണ്, ആരെന്ത് ചെയ്യുന്നു എന്നറിയാതിരിക്കാൻ. ഇവർ തന്നെത്താനെ കീറിയാലും മോദിയുടെ തലയിലല്ലേ വരുള്ളൂ. അങ്ങനെ ലോകം മുഴുവൻ മോദിയെ നാറ്റിക്കുക, ഇതായിരുന്നു പ്ലാൻ. ഇത്ര മോശം, ഇത്ര വൃത്തികെട്ട ഒരു പ്ലാൻ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? എന്നിട്ട് ജനാധിപത്യത്തെ പറ്റിയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. ഈ പ്ലാൻ അറേഞ്ച് ചെയ്തത് പ്രിയങ്ക ഗാന്ധിയാണ്. അങ്ങനെയാണ് ഇത് ലീക്കാവുന്നത്. പ്രിയങ്ക ഗാന്ധി പല സ്ത്രീ MP-മാരോട് സംസാരിച്ചു. അതിൽ കോൺഗ്രസ്സിലെ 3 MP-മാർ ഇതിന് സമ്മതിച്ചില്ല. ഇത് ശരിയല്ല, ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്നവർ പറഞ്ഞു, ഞങ്ങൾ വരില്ല. അതിലൊരു സ്ത്രീ പറഞ്ഞു, പ്രിയങ്ക വരികയാണെങ്കിൽ ഞാനും വരാം. പ്രിയങ്ക പറഞ്ഞു, ഞാൻ വരില്ല, നിങ്ങൾ പോയി ചെയ്യണം. ആഹാ, അത് ശരി, അപ്പോൾ നിങ്ങൾ നേതാവായിട്ട് മാറി നിൽക്കും, ഞങ്ങൾ പോയിട്ട് ഈ വൃത്തികെട്ട പണി ചെയ്യണം, അത് പറ്റില്ല. ഈ 3 MP-മാരിൽ ആരോ
അതോ 3 പേരും ചേർന്നോ ആണ് സ്പീക്കറെ ഈ വിവരം അറിയിക്കുന്നത്. സാർ, ഇങ്ങനെ ഒരു പ്ലാനാണ് ഉള്ളത്. മോദി വന്നാൽ ഇത് സംഭവിക്കും. സ്ത്രീകളാണ്, നരേന്ദ്രമോദിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നരേന്ദ്രമോദി ഇരിക്കുന്ന ഭാഗത്തിരിക്കുന്നത് മുഴുവൻ പുരുഷന്മാരാണ്. അവരെണീറ്റ് അവർ പിടിച്ചു മാറ്റി കഴിഞ്ഞാൽ അവരും കൂടെ കേസിൽ പ്രതിയാവും, അവരെയും കൂടെ നാറ്റിക്കും, ഒന്നും ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയാവും. പ്രധാനമന്ത്രിയാണെങ്കിൽ ദാ വരാനും പോകുന്നു. എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണം. അപ്പോൾ സ്പീക്കർക്ക് ആകെ ഒരു തീരുമാനമേ എടുക്കാനുണ്ടായിരുന്നുള്ളൂ, പ്രധാനമന്ത്രി ലോക്സഭയിലേക്ക് വരണ്ട. അങ്ങനെയാണ് പ്രധാനമന്ത്രി രാജ്യസഭയിൽ മറുപടി കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. ലോക്സഭയിൽ പ്രധാനമന്ത്രിയുടെ ഇല്ലാതെ തന്നെ മറുപടി ഇല്ലാതെ തന്നെ നന്ദിപ്രമേയം പാസ്സായതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ലോക്സഭയിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. ലോക്സഭയിൽ കുറേ നേരം ബഹളമൊക്കെ വെച്ചെങ്കിലും മറ്റ് രീതിയിൽ പ്രധാനമന്ത്രിയെ കൈകാര്യം ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മുടെ പാർലമെൻറ്റ് തൽക്കാലം അവസാനിച്ചിരിക്കുന്നു. ഇനി തിങ്കളാഴ്ച കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത നടപടികളുണ്ടാകും. ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ അറിവിൽ ഒരു 27 MP-മാർക്കെങ്കിലും സസ്പെൻഷൻ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇത് വെച്ച് വാഴിക്കാൻ പറ്റിയ കാര്യമല്ല. ഞാൻ എപ്പോഴും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് പറയാറുണ്ട്, എന്തുമായിക്കോട്ടെ ഫാസിസ്റ്റ് എന്നാണ് പേര്. എത്ര മര്യാദയ്ക്ക് പെരുമാറിക്കഴിഞ്ഞാലും ഇങ്ങോട്ട് വന്ന് കുഴപ്പമുണ്ടാക്കും. അപ്പോൾ ആ സ്ഥിതിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. ഈ രാഹുൽ ഗാന്ധിയുടെ പേരിലും പ്രിയങ്ക ഗാന്ധിയുടെ പേരിലും ഈ പറഞ്ഞ കുഴപ്പം കാണിക്കാൻ ഗൂഢാലോചന നടത്തിയവരുടെ പേരിലുമെല്ലാം ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കുക, സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തുക, ഡീറ്റെയിൽ എൻക്വയറി കഴിഞ്ഞിട്ട് എടുക്കണോ വേണ്ട തീരുമാനിക്കാമെന്ന് പറയുക. അതല്ലാതെ ഇത് നിൽക്കില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ കോൺഗ്രസിൻ്റെ സ്പീക്കറായിരുന്നു ശിവരാജ് പാട്ടീൽ, മഹാരാഷ്ട്രയിൽ നിന്ന്. അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ഈ കാര്യത്തിൽ. ബഹളം വെച്ച് കഴിഞ്ഞാൽ ഏത് പാർട്ടിയും നോക്കാതെ തൻ്റെ പാർട്ടിയായിരിക്കും ഏത് പാർട്ടിയായിരിക്കാം അങ്ങനെ സസ്പെൻഡ് ചെയ്യും, പുറത്തു പോകാൻ പറയും. ഇതാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം നമ്മളുടെയൊക്കെ കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ഈ പ്രഹസനം, ഇതിൻ്റെ പേര് ജനാധിപത്യം എന്നാകുക. ശീതീകരിച്ച മുറിയിൽ സബ്സിഡൈസ്ഡ് ഫുഡും താമസവും ഒക്കെ ആയിട്ട് ഇവർ ഈ തെമ്മാടിത്തരം കാണിക്കുക എന്ന് പറഞ്ഞാൽ എത്ര കാലം ഇത് കണ്ടുകൊണ്ടിരിക്കും? ശരിയാണ്, ഇതിനു മുമ്പ് BJP ബഹളം വെച്ചിട്ടില്ലേ? ഉണ്ട്, ബഹളമൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവർ പ്രധാനമന്ത്രിയെ തല്ലാനൊന്നും പ്ലാൻ ഇട്ടിട്ടില്ല. ഒരു ബഹളം വയ്ക്കും, സ്പീക്കർ ഒരു സർവകക്ഷി ലോക്സഭ മാറ്റിവെക്കും, സർവകക്ഷി യോഗം വിളിക്കും, എന്തെങ്കിലും പൊത്തുവരുത്തും വന്നാൽ ശരി അവിടെ വെച്ച് തീർക്കും പറഞ്ഞിട്ട് തീർക്കും. ഇതാണ് BJP ചെയ്തുകൊണ്ടിരുന്നത്. BJPയും ഡിസ്റപ്ഷനൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് പക്ഷേ ഡിസ്റപ്ഷൻ അല്ല. രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് പറയുന്നു, മേ മോദിക്ക് ഇമേജ് കാ ധജ്യ ഉടാ ദൂങ്ക എന്ന് വെച്ചാൽ മോദിയുടെ ഇമേജ് ഞാൻ കഷ്ണം കഷ്ണമായിട്ട് ചെതറിക്കും. മോദിയുടെ ഇമേജ് ഇല്ലാതാക്കുക എന്നുള്ള ഏക അജണ്ട എത്ര ഹീനമായ അജണ്ടയാണ്. തനിക്ക് കഴിവില്ലാത്തതിന് മോദി എന്ത് പഴച്ചു? താൻ മിനിഞ്ഞാന്നാണല്ലോ വോട്ട് ചോരി എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇപ്പോൾ വോട്ട് ചോരി എവിടെ പോയി? ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ട് ചോരി നിന്നു. ഇപ്പോൾ വോട്ട് ചോരുന്നേ ഇല്ല. നല്ല കോർക്കിട്ട് അടച്ചിരിക്കുക, ചോർച്ചയില്ല. എന്ത് ഭ്രാന്താണിത്? അത് കഴിഞ്ഞപ്പോൾ 2020 നടന്ന സംഭവത്തിൽ പട്ടാളക്കാരൻ എഴുതിയ പുസ്തകം അതിന് അനുമതി കിട്ടിയിട്ടില്ല ഇതുവരെ. ആ പുസ്തകത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് വേറൊരു വീക്കിലി, ആ വീക്കിലിയുടെ ഫോട്ടോ കോപ്പിയാണ് ഇതെന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരിക, എന്നിട്ട് അതിൻ്റെ പേരിൽ കച്ചറ ഉണ്ടാക്കുക. ന്യായമായ എന്തെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെന്നേ ജനങ്ങൾക്ക്. കോൺഗ്രസ്സുകാർ തന്നെ പറയാറുള്ള വായ്ത്താരിയാണല്ലോ തൊഴിലില്ലായ്മ. നിങ്ങൾ തൊഴിലില്ലായ്മയുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അവതരിപ്പിക്കുക. ഇന്ന സംസ്ഥാനങ്ങളിൽ ഇത്ര ശതമാനം വെച്ച് തൊഴിലില്ലാത്തവരുണ്ട്. മോദി എന്താ നിങ്ങളുടെ പരിപാടി? ഇതിന് മറുപടി പറ. കേൾക്കാനൊരു രസമുണ്ട്. ഭക്ഷ്യസുരക്ഷയില്ല, കേൾക്കാനൊരു രസമുണ്ട്, സംസാരിക്കുക. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, അതിൻ്റെ പേര് മാറ്റി അത് വേറൊരു പദ്ധതിയാക്കി, അതിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇതൊക്കെ പ്രശ്നങ്ങളാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ നിങ്ങൾ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ മറുപടി പറയുമ്പോൾ, അതിനോട് പ്രതികരിക്കുമ്പോൾ, അതിനോട് വിയോജിപ്പുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ 1-2 പറയാം, അല്ലെങ്കിൽ അതങ്ങ് പാസ്സാക്കി വിടണം. അതൊരു ജനറൽ ഒരു ഫോർമാലിറ്റി അല്ലേ? രാഷ്ട്രപതിയുടെ പ്രസംഗം ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കില്ല ഒരിക്കലും. അപ്പോൾ എല്ലാവരെ പറ്റിയും നല്ലതൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിക്കും.
അപ്പോൾ അതിന് അത്രയ്ക്കുള്ള കോൺസിക്വൻസസേ ഉള്ളൂ. ബട്ട് അതുപോലും സമ്മതിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല. കേരളത്തിൽ രാഷ്ട്രപതി വരുമ്പോൾ കേരള സർക്കാരിനെ പുകഴ്ത്തും. അതൊരു സർട്ടിഫിക്കറ്റായിട്ട് എടുത്തിട്ട് പിണറായി വിജയനെ കൊണ്ട് നടക്കാറുണ്ട്. കണ്ടോ, ദ്രൗപദി മുർമു പറഞ്ഞു ഞങ്ങൾ മിടുക്കന്മാരാണ്. അല്ല, അവരിവിടെ വന്നിട്ട് നിങ്ങൾ മോശക്കാരാണെന്ന് പറയുക? ഇല്ലല്ലോ. അവർ രാഷ്ട്രീയക്കാരി അല്ലല്ലോ, അവർ പ്രസിഡൻ്റല്ലേ. അപ്പോൾ അതുകൊണ്ട് എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും പറ്റി എന്നെ കണ്ടു കഴിഞ്ഞാലും പറയും, ആ മോഹൻദാസ് നല്ലൊരു മനുഷ്യനാണ്, ഞാൻ കണ്ടു എന്നൊക്കെ പറയും. അല്ലാതെ മോശം പറയില്ല, പറയാൻ പാടില്ലല്ലോ, അവർ പ്രസിഡൻ്റല്ലേ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ ചെറുക്കന് ഇല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഈ കോൺഗ്രസ്സുകാരോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഈ ചെറുക്കന് എന്തെങ്കിലും പൂട്ടിയിടുകയോ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പുകയാകും. അന്ന് ഈ രാജ്യസഭയിൽ ആരോ മല്ലികാർജ്ജുൻ ഖർഗെയോട് പറയുന്നുണ്ടായിരുന്നു, നമ്മളുടെ BJPയുടെ മുൻ പ്രസിഡൻ്റാണ് JP നഡ്ഡ. JP നഡ്ഡ പറഞ്ഞു, ഖർഗെജി, ബുദ്ധിഭ്രമം സംഭവിച്ച ഒരു പയ്യൻ്റെ കയ്യിൽ നിങ്ങളുടെ പാർട്ടി ശ്വാസം മുട്ടാനിടയാകരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഖർഗെ എന്ത് ചെയ്യാനാണ്? ഖർഗെയുടെ കൊങ്ങയ്ക്ക് പിടിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പിടിവിട്ടാലേ ഖർഗെയ്ക്ക് സംസാരിക്കാൻ പോലും പറ്റുള്ളൂ. ഏതായാലും വയസ്സുകാലത്ത് ആ മനുഷ്യൻ ഈ വാക്കും കേൾക്കേണ്ടി വന്നു. ബുദ്ധിഭ്രമം സംഭവിച്ച ബാലബുദ്ധിയായ ഒരുത്തൻ്റെ പിടിയിൽ നിങ്ങളുടെ സംഘടന ശ്വാസം മുട്ടുകയാണ് എന്നുള്ള കമൻറ്റ് ഖാർഗെയ്ക്ക് കേൾക്കേണ്ടി വന്നു. ഖാർഗെ ആരാണെന്നറിയാമോ? രാഹുൽ ഗാന്ധി ജനിക്കുന്ന വർഷം ഖാർഗെ കർണാടകയിൽ MLA ആണ്. ആ ഖാർഗെയാണ് രാഹുൽ ഗാന്ധിയെ ഓച്ചാനിച്ച് കഴിയുന്ന ഗതികേടിൽ വന്ന് നിൽക്കുന്നത്. അതിപ്പോൾ അങ്ങേര് തന്നെ തിരഞ്ഞെടുത്തതാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഉടൻ തന്നെ ലോക്സഭയിൽ ഈ ഗൂഢാലോചന നടത്തിയവർ, അത് ആണായാലും പെണ്ണായാലും, ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ വളരെ തെറ്റായ സന്ദേശമായിരിക്കും പോകുന്നത്. മോദി വളരെ വിശാല ഹൃദയനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്ര വിശാലമാണ് ഹൃദയമെങ്കിൽ എല്ലാവരും കയറി അവിടെ കബഡി കളിക്കും. അതുകൊണ്ട് അത്ര വിശാലനൊന്നും ആകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ബാക്കി അങ്ങയുടെ ഇഷ്ടം. താങ്ക് യു.